ഞാനിന്നിവിടെ കാണിക്കുന്നത് വീരാളിപ്പട്ടിലെ മദർ ഡിസൈനാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്രിഡുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1:6 ഈ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1 അങ്കുലം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോളം വരച്ചിരിക്കുന്നത്. ഈ കോളത്തിൻ്റെ മധ്യകോളം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക. ഇനി മുകളിലോട്ട് ഒരു കോളം വിട്ടിട്ട് അടയാളപ്പെടുത്തുക. ഇങ്ങനെ താഴോട്ടേക്കും ഒരു കോളം അടയാളപ്പെടുത്തുക. ഇതിൻ്റെ 4 സൈഡിലേക്കും ഇതുപോലെ ഓരോ കോളം വെച്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലസ് എന്ന രീതിയിലാണിത് ഈ ഡിസൈൻ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി 3 കോളം വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 2 3 4 ഭാഗത്തേക്കും 3 കോളം വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്തത് വീണ്ടും 3 കോളം താഴോട്ടേക്കും മുകളിലോട്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. 4 വശത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി 1 2 കോളം വെച്ചിട്ട് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഇനി ഇതും യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്തത് 4 ഭാഗത്തും ഓരോ കോളം വീതം വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് 2 കോളം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഭാഗത്തും ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് 3 കോളം വെച്ചിട്ട് 4 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 2 3 1 2 3 കോളം. ഇവിടെയും 3 കോളം വെക്കുക. ഇവിടെയും 3 കോളം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴോട്ടേക്ക് 2 കോളം മാർക്ക് ചെയ്യുക. 1 2 4 വശത്തും ഒരേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇടതുവശത്തേക്കും വലതുവശത്തേക്കും 2 കോളം മാർക്ക് ചെയ്യുക. 1 2 1 2 അങ്ങനെ 4 ഭാഗത്തും അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് വീരാളിപ്പട്ടിലെ മെയിനായിട്ടുള്ളൊരു മദർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ലോങ് ആയിപ്പോവും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് അതിൻ്റെ കളറിങ്ങുമായിട്ട് വരാം. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് വരയ്ക്കുക.